ഫലങ്ങൾ. ബിനോയ് തുടരുക. ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വി.എസ്. സുനിൽകുമാർ, ഒരു ജനകീയ നേതാവിനെ നഷ്ടമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? വളരെ അങ്ങേയറ്റം വേദനാജനകമായിട്ടൊരു വിയോഗമാണ് സോമേട്ടന്റെ വിയോഗം. കാരണം അദ്ദേഹം ഒരു അസുഖങ്ങളൊന്നും മരണത്തിലേക്ക് വരാവുന്ന ഒരു അസുഖമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മലയോര മേഖലയിലെ ഇടുക്കി ജില്ലയിലെ തോട്ടം തൊഴിൽ മേഖലയിലും മറ്റ് ട്രേഡ് യൂണിയൻ രംഗത്തും ഒരു ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു പരിശ്രമശാലിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു സോമേട്ടൻ. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുക. പാർട്ടി സംഘടനാ രംഗത്താണെങ്കിലും മറ്റ് അഡ്മിനിസ്ട്രേഷൻ രംഗത്താണെങ്കിലും അദ്ദേഹം അങ്ങേയറ്റത്തെ ആത്മാർത്ഥയോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പ്രവർത്തകനുമാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു ടേം മാത്രമേ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാനും ആ ജനകീയ അംഗീകാരം നേടിയെടുക്കാനൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും ഇത്രയും പെട്ടെന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വേദനയുള്ള കാര്യമാണ്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ചെയർമാനായിട്ട്, കൃഷി വകുപ്പിന്റെ കീഴിലുള്ള വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് രാഷ്ട്രീയമായിട്ടും മറ്റു രീതിയിലും വളരെ അടുപ്പുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹം ഒരിക്കലും ഇത്രയും ഭംഗിയായിട്ട് ആ ചുമതല നിർവഹിക്കുന്ന ഞാൻ പോലും പ്രതീക്ഷയില്ല. പക്ഷേ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം കൃഷി വകുപ്പിന് മറക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഒരു കാലത്തും അങ്ങനെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. അത് ഏകദേശം ഒരു 16 കൊല്ലത്തോളം അതിന്റെ ഓഡിറ്റിംഗ് പോലും നടത്താതെ അതാകെ തകരാറിലേക്ക് കിടന്ന ഒരു സ്ഥാപനമായിരുന്നു. അദ്ദേഹം വന്ന ശേഷം ആ ഓഡിറ്റിംഗ് എല്ലാം അപ് ടു ഡേറ്റ് ആക്കി അതുവരെ ലാഭത്തിലാകാതിരുന്ന വെയർ ഹൗസിംഗ് കോർപ്പറേഷനെ 3-3.5 കോടി രൂപ ലാഭമുള്ള കമ്പനിയാക്കി മാറ്റിയത് സോമേട്ടന്റെ കാലഘട്ടത്തിലാണ്. അതിന് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവും അദ്ദേഹത്തിന്റെ പ്രയത്നവും അദ്ദേഹത്തിന്റെ മുൻകൈയും ലീഡർഷിപ്പുമാണ് അന്ന് ആ വെയർ ഹൗസിംഗ് കോർപ്പറേഷനെ എങ്ങനെ വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചത്. നമ്മളൊക്കെ ഒരു പാർട്ടി എന്ന നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പല ഇതുപോലെയുള്ള അധികാര സ്ഥാനങ്ങളൊക്കെ പലരും അത് അധികാര സ്ഥാനം എന്ന നിലയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ സോമേട്ടൻ അങ്ങനെയല്ല. സോമേട്ടൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ഉത്തരവാദിത്ത ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ക്രിയാത്മകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അന്ന് ഈ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ലാഭത്തിലേക്ക് വന്നത്. അത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു സോമേട്ടൻ. ഇങ്ങനെ വേണം ഒരു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. അത് സുതാര്യമായ രീതിയിലും മറ്റും അദ്ദേഹം നിർവഹിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതിനേക്കാളെല്ലാം ഉപരി ഇപ്പൊ അത് MLA ശേഷവും അവിടെ ജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഏത് വിഷയങ്ങളിലാണെങ്കിലും നേരിട്ട് ഇടപെടുകയും അവിടെ വരികയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു നേതാവിന്റെ ട്രേഡ് യൂണിയൻ രംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തറവായിട്ടുള്ള നല്ല വിജ്ഞാനം ഉണ്ടായിരുന്നു. ഇത് നിയമത്തെ സംബന്ധിച്ചും തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പാർട്ടിയും തൊഴിലാളി വർഗവുമായിട്ടുള്ള ഉറ്റബന്ധം കാത്തു സൂക്ഷിക്കാനും അതുവഴി പാർട്ടി വളർത്തിയെടുക്കാനും സോമേട്ടൻ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് മലയോര മേഖലയിലെ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലൊക്കെ അത് വലിയ പങ്ക് വഹിച്ച ഒരാളാണ് സോമേട്ടൻ. ഇപ്പോ ജനപ്രതിനിധിയായിട്ട് നിയമസഭയിൽ വന്നപ്പോഴും അത് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന മികവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരാൻ പോകുന്ന ഒരു ഇലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയുള്ള കാര്യമാണ്. ഇപ്പൊ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവാണ്. ആ ഘട്ടത്താണ് സോമേട്ടന്റെ ഈ നിത്യാനം ഉണ്ടായി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് അതിന് മറുപടി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികരിക്കാന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം ഒരു വലിയൊരു നഷ്ടമാണ് CPയെ സംബന്ധിച്ചിടത്തോളം വാഴൂർ സോമേട്ടന്റെ നിര്യാണത്തോടു കൂടി സംഭവിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു മുദ്രയായിട്ടൊന്നും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹലോ, നന്ദി ശ്രീ വി.എസ്. സുനിൽകുമാർ. ഒരു ജനകീയ നേതാവ് വിടവാങ്ങിയിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. CPIയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തകൻ കൂടിയാണ്. എല്ലാവരുടെയും ജനകീയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി സംഘടിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത്യന്തം വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. പീരുമേട് MLA ആയ വാഴൂർ സോമനാണ് അന്തരിച്ചിരിക്കുന്നത്. 72-ാം വയസ്സിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. 2021 ആദ്യമായി നിയമസഭയിലെത്തി അന്നു മുതൽ തുടങ്ങിയ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ജനകീയ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ദീർഘകാലം ട്രേഡ് യൂണിയൻ നേതാവായി പ്രവർത്തിച്ചപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്.
സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച, നിയമസഭയിലടക്കം തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സാധാരണ ജീവന ജനങ്ങൾക്കും വേണ്ടി സംസാരിച്ച ഒരു നേതാവിനെയാണ് ഈ നിമിഷം നഷ്ടമായിരിക്കുന്നത്. അപ്രതീക്ഷിതമായൊരു വിടവാങ്ങലാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിലെ ജില്ലാതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വഴിയാണ് ഹൃദയാഘാതം ഉണ്ടാകുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്രതീക്ഷിതമായ ഒരു വിയോഗം സംഭവിച്ചിരിക്കുകയാണ്. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് MN സ്മാരകത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോവുക. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. ഒരു അപ്രതീക്ഷിത വിയോഗം